കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടികൾ എപ്പോഴും പറയും, അമ്മേ ഞങ്ങൾക്ക് ഇച്ചിരി കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി താന്ന് പറയും. ഭയങ്കര കൊതി അവർ കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്ത് വെച്ചു, അതിനുവേണ്ടി ഞാൻ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നമ്മൾ കടലപ്പരിപ്പ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വളരെ നോക്കി മേടിക്കണം, കാരണം പലതരം പരിപ്പുണ്ട്, മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കടലപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെള്ളം പോകാൻ വേണ്ടി അരിപ്പയ്ക്കകത്ത് വെച്ച് വെള്ളമെല്ലാം കളയുക. അതിനുശേഷം നമ്മളൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഇച്ചിരി നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ മണമൊക്കെ കിട്ടുന്നുള്ളൂ നമുക്ക്. അതിനുശേഷം നമ്മൾ കുക്കറിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേകാൻ വെക്കുക. വേകുമ്പോൾ ഒത്തിരി വേവെന്ത് ഉടഞ്ഞു പോകരുത്. അത് നമുക്ക് പായസത്തിൽ കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ആ ഒരു വേവ് നമ്മൾ ശ്രദ്ധിക്കണം. കടലപ്പായസം നല്ല വേവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് എടുത്ത ആ പാത്രത്തിൽ തന്നെ വീണ്ടും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ആവശ്യത്തിന് തേങ്ങാക്കൊത്തെ, നമ്മുടെ കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിങ്ങയൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം മൂക്കണം, എങ്കിൽ മാത്രമേ അതിനകത്ത് ആ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് കിട്ടും. ഞാൻ ആദ്യം പരിപ്പ് വെന്തിട്ടില്ല, പിന്നെ ഞാൻ ഒന്നുകൂടെ വേവിച്ചതാണ് ഇത് കേട്ടോ. നല്ല വേവാണ് കടലപ്പരിപ്പിനെ. അപ്പം അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 1-2 തേങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നിങ്ങളുടെ വീട്ടിലുള്ള അനുസരിച്ച് എടുക്കുക. തേങ്ങാപ്പാൽ നമ്മളെടുത്ത് 1-2 പാലൊക്കെ മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ നാടൻ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഈ ശർക്കര എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്തതാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ പാനിയാക്കി നമുക്ക് കിട്ടും. അതിനകത്ത് അഴുക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി അങ്ങനെ തേങ്ങാപ്പാലും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ, നമ്മുടെ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് അതിനകത്തോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ശർക്കരയ്ക്ക് തീരെ കൊഴുപ്പ് കുറവാണ്, അതുകൊണ്ടാണ് തീരെ ഒരു ഇതായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ പരിപ്പെടുക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം കളയണം. ഇതിനകത്ത് ഒരിക്കലും സ്വല്പം പോലും വെള്ളം കൂടരുത്. എന്നിട്ട് നമ്മൾ പരിപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം മൊത്തം കളയണം കേട്ടോ, ഒട്ടും വെള്ളം വരാൻ പാടില്ല. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കൊഴുപ്പും കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ജീരകം, ചുക്ക്, ഏലക്ക, ഈ 3 സാധനം, ഏലക്കയുടെ കുരു മാത്രം എടുക്കുക, തൊലി വെളിയിൽ കളയുക. ഈ 3 നമ്മൾ പൊടിച്ച് നന്നായിട്ട് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ, നമ്മളെടുത്ത തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിക്കുക. അതിനുശേഷം 1-ാം പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പരിപ്പ് പായസത്തിന് തേങ്ങാപ്പാൽ നമ്മുടെ മിക്സിംഗ് ആണ് അവിടെ ഏറ്റവും നമുക്ക് ടേസ്റ്റ് തരുന്നതൊക്കെ കേട്ടോ. അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ വരുമ്പം പായസത്തിന് വ്യത്യാസം വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഇരിക്കും തോറും ഇത് കുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക, അവർക്ക് നല്ല ഹാപ്പി മൂഡ് ഉണ്ടാകാനും ഇടയ്ക്കൊക്കെ പായസം വെച്ച് കൊടുക്കുക. കുട്ടികളൊന്ന് സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഇടയ്ക്കൊക്കെ.